അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തിക്കൊണ്ട് സ്നേഹിതന്മാരാകുന്നവർ ഖാഫില അതിന് മാതൃകയാണ്. മാഷാ അല്ലാഹ്. ദീനിനെ മുൻനിർത്തിക്കൊണ്ട് ചങ്ങാതിമാരാകുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ, അൽ മുതഹാബ്ബൂൻ ഫില്ലാഹ്, അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. മറ്റ് ചർച്ചകളൊന്നുമില്ല, ദീനിയായ വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്നവർ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ ചർച്ചകൾ നടത്തുന്നവർ, മാസത്തിൽ ഒരിക്കൽ വിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നവർ. ഇവിടെ വേറെ ചർച്ചയൊന്നുമില്ല. അത്തരത്തിലുള്ള കൂട്ടങ്ങൾ പുറത്ത് എത്രയോ കൂട്ടങ്ങളുണ്ട്. ആ കൂട്ടങ്ങളിൽ നമ്മളുടെ കണ്ണിനും നമ്മളുടെ കാതിനും ഇമ്പമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. അവിടെ ഇരിക്കാതെ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടുകയും ഇരിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾക്കറിയുമോ അതിന്റെ പ്രതിഫലം എത്ര വലുതാണ് എന്ന്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ എല്ലാവരും നെട്ടോട്ടം ഓടുന്ന ആ സമയത്ത്, മഹ്ശറിന്റെ സമയത്ത്, ചില ആളുകൾക്ക് അല്ലാഹു തആല വലിയ മരതകത്താൽ തീർത്ത, മുത്തുകളാൽ പവിഴങ്ങളാൽ അലങ്കരിച്ച മിമ്പറുകളിൽ, വലിയ ഇരിപ്പിടങ്ങളിൽ ചില ആളുകളെ അല്ലാഹു തആല കയറ്റിയിരുത്തും. അവർ അമ്പിയാക്കളൊന്നുമില്ല, വലിയ നല്ലവരായ ആളുകളുമല്ല, സ്വാലിഹീങ്ങളല്ല, അവർ സിദ്ദീഖീങ്ങളുമല്ല എന്ന് തങ്ങൾ പറയാണ്. കേൾക്കുമ്പോ ഒരു സഹാബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാണ്, മുട്ടുകുത്തിയിട്ട്. എല്ലാവരും തറയിലിരിക്കുന്നു. ആഖിറത്തിൽ വലിയ മിമ്പറുകളിൽ അലങ്കാരത്തോടു കൂടി ഇരിക്കാൻ കഴിയുന്നവർ അമ്പിയാക്കളല്ല, അത്രേ സ്വാലിഹീങ്ങളോ സിദ്ദീഖീങ്ങളോ അല്ല. നിബിധങ്ങൾ പറയുമ്പോ ഒരു സഹാബി ആവേശത്തോടെ മുട്ടുകുത്തിയിട്ട് ചാടി എഴുന്നേറ്റ് ചോദിച്ചു, തങ്ങളേത് ആരാണ് എന്നൊന്ന് വിശദീകരിക്കേ, ആരാണ് എന്നൊന്ന് പറഞ്ഞു നബിയെ. സിഫ്ഹും ലനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാരാണ് എന്നൊന്ന് പറഞ്ഞു നബിയെ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അവർ 5 നേരം നിസ്കരിക്കുന്നവരാണ്, അവർ കൃത്യമായി റമദാനിൽ നോമ്പെടുക്കുന്നവരാണ്, അവർ സക്കാത്ത് ഭംഗിയായ നിലയിൽ നിർവഹിക്കുന്നവരാണ്, അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നവരാണ് എന്നൊന്നുമല്ല. അതിനൊക്കെ കൂലിയുണ്ട്. പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ? അവർ അള്ളാഹുവിന്റെ വിഷയത്തിൽ, ദീനിന്റെ വിഷയത്തിൽ ചങ്ങാതികളായവരാണ്. അവർ അള്ളാഹുവിന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിച്ചവരാണ്. അവർ ദീനിന്റെ വിഷയത്തിൽ പരസ്പരം ഇരുന്നവരാണ്, ദീൻ കേൾക്കാൻ വേണ്ടി ഒരുമിച്ചവരാണ്. അവരുടെ ചങ്ങാത്തം അങ്ങനെയായിരുന്നു. അവർക്ക് അല്ലാഹു തആല ആ ചങ്ങാതിമാർക്ക്, ആ കമ്പനിക്കാർക്ക്, ആ ഫ്രണ്ട്സിന്, ആ സർക്കിളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ഇത്രയും വലിയ ദറജകളിൽ അവരെ ഇരുത്തുമത്രേ. വേറെ അമലൊന്നുമല്ല നബി തങ്ങൾ അവിടെ പഠിപ്പിച്ചത് ദീനിന്റെ വിഷയത്തിലുള്ള പരസ്പരം ചങ്ങാതിമാരാണ് അവർ എന്നാണ്.